ആ പട്ടിയിൽ കുറച്ചൊക്കെ പാഞ്ഞു വരും, ആരെ ശ്രദ്ധിക്കാതെ അങ്ങ് പോകും. അടുത്ത പോസ്റ്റ് വരെ പട്ടി വരും. പിന്നെ ഇതൊരു അടുത്ത പട്ടി തുടങ്ങും. ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ലോക്കൽ പട്ടികൾ കുഴച്ചു വരും. നമ്മളെന്താ ചോദിച്ചാൽ നിങ്ങളും ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഒരു ഇൻഫ്ലുവൻസർ വേറൊരു ഇൻഫ്ലുവൻസറിനെ പറ്റി പറയുന്ന സമയത്ത് ഇറ്റ് വിൽ എഫക്ട് വെരി ബാഡ്ലി. ഇപ്പൊ തന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ദിയാകൃഷ്ണയെ ബന്ധപ്പെട്ടിട്ട് ദിയാകൃഷ്ണയല്ല നമ്മുടെ സിജോയുമായി ബന്ധപ്പെട്ടിട്ട് സിജോയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളും കോൺട്രവേഴ്സീസും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറെ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ദിയാകൃഷ്ണ ഒരു കമന്റ്സുകളും കാര്യങ്ങളൊക്കെ ഇടുന്നു, സ്റ്റോറി ആക്കുന്നു. സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പിന്നീട് എന്താ പറയാ, അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സീക്രട്ട് ഏജന്റിനോട് മാപ്പ് പറയുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അവസാനം കോംപ്രമൈസ് ആയി മാപ്പ് പറയുന്ന രീതിയിലേക്ക് വരെ പോകുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടും അവസാനം ഇപ്പോഴും ഈ നിമിഷം വരെ, അതായത് കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് വരെ അതേ സംഭവത്തിന്റെ ആ ഒരു എഫക്റ്റ് ഇനിയും ദിയാകൃഷ്ണയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതായത് ഒരു റിവെഞ്ച് മോഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അതിന് ദിയാകൃഷ്ണ കാണുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജസ്റ്റ് ഇപ്പം ദിയാകൃഷ്ണ ഇട്ടൊരു സ്റ്റോറി. അതായത് ഓൾറെഡി സ്റ്റോറീസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്നിട്ട് അവൻ താഴെ ചെറുങ്ങനെയായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ യൂട്യൂബേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വിഷയം, ഇപ്പൊ കഴിഞ്ഞ വിഷയം നോറയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബേഴ്സിനെതിരായിട്ട് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഇവർക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാവരും കഴിഞ്ഞ് കോംപ്രമൈസ് ആക്കി സോറി പറഞ്ഞ് പോയ വ്യക്തി. അതായത് ആ സോറി പറഞ്ഞ കാര്യവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. സോറി എന്നുള്ള ആ ഒരു കോട്ട് വലിങ്ങനെ എഴുതിയിട്ട് അതിന്റെ സോറി പറഞ്ഞു എന്നുള്ളത് ഏറ്റവും ചെറുങ്ങനെ ഉറുമ്പിന്റെ ആ ഒരു ഇതിലാണ് എഴുതിയേക്കുന്നത്. നമ്മളങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ അത് കാണത്തുള്ളൂ. നമ്മൾ ചെയ്ത ഒരു കാര്യം ആൾക്കാരിൽ എത്തിക്കാനാണ്, ഞാൻ സോറി പറഞ്ഞു എന്ന് അറിയിക്കാനാണെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ ആ ഒരു വലിയ രീതിയിലാണ് എഴുതേണ്ടത്. പക്ഷെ ഞാൻ സോറി പറഞ്ഞു, അത് എനിക്കൊരു കുറവല്ലേ എന്നുള്ള രീതിയിൽ, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ഒരു സോറി പറഞ്ഞു, അത് കുറവല്ലേ എന്നുള്ള രീതിയിൽ അത് ചെറുങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അത് മാത്രവുമല്ല, അത് കഴിഞ്ഞ ശേഷം, അതായത് കുറച്ച് സ്റ്റോറീസ് കഴിഞ്ഞ ശേഷം ഒരാൾ പറഞ്ഞേക്കുവാണ്, ഈ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് ഈ എൻ്റെ സ്റ്റോറിയിൽ ഒരാൾ പറഞ്ഞേക്കുവാണ് സോറി പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതായത് ഈ പറഞ്ഞ സ്റ്റോറിക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ വെറുതെ ഒരു സോറി പറഞ്ഞതാണെന്നുള്ള രീതിയിൽ എന്താ പറയേണ്ടത്, എന്റെ സോറി കിട്ടിയിട്ട് അവർ ഇതാകുന്നുണ്ടെങ്കിൽ ഇതായിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള മറുപടിയും കാര്യങ്ങളൊക്കെയാണ് ആളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ സ്റ്റോറിയിൽ സോറി പറയുകയും അത് കഴിഞ്ഞ് പിറ്റേന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം ഒരാൾ സോറി പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവര് ജീവിച്ചു പോട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു ഇതും പറയുമ്പോൾ ആ പറഞ്ഞ സോറിക്ക് അവിടെ ഒരു വിലയും എന്റെ കണ്ണിൽ കാണും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വെറുതെ ആളെ കാണിക്കാൻ, ആളുടെ കണ്ണിൽ പൊടിയിടാൻ, വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് പറഞ്ഞൊരു സോറി പോലെയാണ്. അത് കഴിഞ്ഞ ശേഷം ഇപ്പോ ദിയാകൃഷ്ണയുടെ സ്റ്റോറി വന്നേക്കുവാണ്. അതായത് ഒരു ക്വാട്ട് എടുത്തിട്ട് സ്റ്റോറിയിൽ വെച്ചിട്ടാണ്, അതായത് യു ക്യാൻ ലേൺ സോ മച്ച് ബൈ ബീയിങ് ക്വൈറ്റ് ആൻഡ് ഒബ്സർവിങ് യുവർ സറൗണ്ടിങ്സ്. അതായത് നമ്മൾ മിണ്ടാണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ക്വാട്ട് വെച്ചിട്ട് അതിന് താഴെ ഒബ്സർവിങ് ടൈം സ്റ്റാർട്ട്സ്, അതായത് ഒബ്സർവ് ചെയ്യുന്ന ടൈം സ്റ്റാർട്ട് ചെയ്തു. വെയിറ്റ്, ബട്ട് ഇഫ് ഐ ജസ്റ്റ് കീപ് ഒബ്സർവിങ് how will some YouTubers get a content? How will they survive? Let me test that for few months. ദിയാകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി മിണ്ടാതിരുന്നാൽ, അതായത് ഈ ഒരു ദിയാകൃഷ്ണനെ വെച്ചിട്ടാണ് ഈ യൂട്യൂബേഴ്സ് എല്ലാം ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ ദിയാകൃഷ്ണ മിണ്ടാതിരുന്നാൽ ഈ യൂട്യൂബേഴ്സ് ഒക്കെ എങ്ങനെ ജീവിച്ചു പോകും? അവർക്ക് കണ്ടന്റ് ഉണ്ടാവുമോ? കുറച്ച് നാളത്തേക്ക് ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് ക്വൈറ്റായിട്ട് ഇരുന്നിട്ട് എല്ലാവരെയും ഒന്ന് ഒബ്സർവ് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇന്നലെ സിജോ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ മുൻപ് മറ്റേ ഇഷ്യൂ ഉണ്ടല്ലോ, അതായത് ഈ ഓബയോസിയുടെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു ഇഷ്യൂ ഒക്കെ കഴിഞ്ഞൊന്ന് തണുത്തിരിക്കണ സമയത്ത്, വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് കയറി പിടിച്ച രീതിയിലാണ് സിജോ ഇന്നലെ സിജോന്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യം അതാണ്. അതായത് വേറെ ഒന്നും കിട്ടാതിരുന്നപ്പോൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു ഇത് കോൺട്രവേഴ്സി ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ചെയ്തതുപോലെയാണ് ഫീൽ ചെയ്തതെന്ന്. അപ്പോൾ അങ്ങനെ എന്താ പറയാ, ആരും ദിയാകൃഷ്ണയെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതോ കാര്യങ്ങളോ ഒന്നുമല്ല. ദിയാകൃഷ്ണയെ ആയിട്ട് വേറൊരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് അത് സ്റ്റോറിയാക്കി വെച്ച് സ്വന്തം ക്രിയേറ്റ് ചെയ്തൊരു കോൺട്രവേഴ്സി വന്നിട്ട് അതിൽ ആൾക്കാർ അഭിപ്രായം പറഞ്ഞ് ആവശ്യമില്ലാത്തതിൽ എന്തിനാണ് കയറി പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ആള്
എല്ലാം യൂട്യൂബേഴ്സിന്റെ തലയിൽ ഇട്ടിട്ട് മല്ല ഞങ്ങൾ മുങ്ങുന്ന പരിപാടിയാണ് പറയുന്നത്. കാരണം അവരെ ആർക്കും പറയാൻ പാടില്ല, അവര് വലിയ വലിയ രാജകുമാരി ടീംസ് ആണ്. അതുകൊണ്ട് തന്നെ ആരും പറയാൻ പാടില്ല. യൂട്യൂബേഴ്സ് എല്ലാം ഇവരുടെ വീട്ടുകാരടക്കം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അവരുടെ ആളുടെ അമ്മയാണെങ്കിലും അത് പറഞ്ഞ കാര്യം, നമ്മളെ കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ജീവിച്ചു പൊക്കോട്ടെ, അതായത് സോക്കോൾഡ് യൂട്യൂബേഴ്സ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും യൂട്യൂബേഴ്സ് ആണ്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഇവർ പറയുന്ന മറ്റുള്ള, അതായത് ഇന്നലെ തന്നെ ദിയ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ യൂട്യൂബ് സിഇഒയുടെ തലയിൽ കയറി ഇരുന്ന് എന്താ പറയേണ്ടത്, ആ ഒരു മൈൻഡിൽ കയറി ഇരുന്നിട്ട് യൂട്യൂബിലെ സ്വന്തമല്ലാത്ത കണ്ടന്റ്സുകൾ ഇടുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് നിരോധിക്കുന്ന രീതിയിലേക്ക്, അവരുടെയൊക്കെ ചാനൽ പോകുന്ന രീതിയിലേക്ക് എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഇല്ല രീതിയിലൊക്കെ സംസാരിക്കുന്ന കണ്ടു. അല്ലെങ്കിൽ അതൊരു സ്റ്റോറിയിൽ ഇട്ടിട്ട് കണ്ടു, ആസ്മയെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത്. അപ്പം അത്രയും വൈരാഗ്യം ബാക്കിയുള്ളവരോട് ഉണ്ട് എന്നാണ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കുറച്ച്, അതായത് ആൾക്ക് മാത്രമല്ല ആളുടെ ഫാമിലി എല്ലാവരോടും പുച്ഛമാണെന്നുള്ള രീതിയിലുള്ള ഏറ്റവും വലിയ ഉദാഹരണത്തിലുള്ള ഒരു വീഡിയോ, ആ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആളുടെ അച്ഛൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവരോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ടാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. കടന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആവുന്നത് അതിനകത്തോട് തന്നെ കടന്നുപോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാറ്റുകൾ നേക്കാൻ. അതുകൊണ്ട് ഈ നടന്നതെല്ലാം നമ്മൾ നല്ലതാണെന്ന് ഇരിക്കുക. ഒരിക്കലും ഒരാളോട് നമ്മുടെ മനസ്സിനകത്തിൽ ദേഷ്യവും വൈരാഗ്യം, നമ്മുടെ ഗ്രോത്തിനെ പറ്റി ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പം. നമ്മൾ ഈ ആനകളെ നോക്കുക. ഒരു ഉത്സവത്തിന് പോകുന്ന ആനയായിട്ട് നമ്മളെ സ്വയം വിചാരിക്കുക. ആന ഇങ്ങനെ വിരിഞ്ഞ് നടന്നു പോകും. അപ്പൊ കണ്ടാൽ മതി സൈന്യത്തിന് പട്ടികൾ കുഴയ്ക്കും, ആന ശ്രദ്ധിക്കില്ല. ആ പട്ടികൾ കുറച്ചൊക്കെ പാഞ്ഞു വരും, ആന ശ്രദ്ധിക്കാതെ പോകും. അടുത്ത പോസ്റ്റ് വരെ പട്ടി കുഴക്കും. പിന്നെ ഈ ഒരു അടുത്ത പട്ടി തുടങ്ങും. ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ലോക്കൽ പട്ടികൾ കുഴച്ചു വരും. നമ്മളെന്താ ചോദിച്ചാൽ നമ്മൾ ആനയെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആന അതിനെ ഗമിക്കത്തേയില്ല. ആന ഉന്നതാണ് ഉത്സവത്തിനെത്തുക, ഉത്സവം മേളമാക്കുക, ഭംഗിയാക്കുക. അഥവാ ആന ഒരു പട്ടിയായിട്ട് അടിപൊളി കൂടി കഴിഞ്ഞാൽ ഉത്സവം നടക്കില്ല. ചോദിക്കുന്നത് അതറിയില്ലേ, ആനയും പട്ടിയുടെ അയ്യുണ്ടായി, അതുകൊണ്ടാണ് പട്ടി ആനയെ കഴിച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. റോഡിൽ നിൽക്കുന്നവർക്ക് എന്റർടൈൻമെന്റ് അത് നമുക്കൊരു കാഴ്ചയായി. അതുകൊണ്ട് എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അവരെ ആരും നമ്മൾ മോശമാക്കി സംസാരിക്കുന്ന ഒന്നും. അതായത് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവസാനം അവരെ ആരെയും ഞാൻ മോശമാക്കി സംസാരിക്കുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പട്ടികൾ എന്ന് ഉദ്ദേശിച്ചത് യൂട്യൂബേഴ്സിനെയാണ്. അത് ബുദ്ധിയുള്ള, കോമൺ സെൻസ് ഉള്ള, കേൾവി ശക്തി ഇല്ല, എല്ലാവർക്കും മനസ്സിലാവും ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ ഇവരെല്ലാം വലിയ എന്താ പറയാ എഴുന്നള്ളിക്കുന്ന ആനകളെ പോലെ വരുന്ന സമയത്ത് ബാക്കി എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഇവർക്കെതിരെ പറയുന്ന, ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ, ഇവരുടെ തട്ടിപ്പുകളോ കാര്യങ്ങളോ എന്തെങ്കിലും പുറത്തു വന്ന് പറഞ്ഞാൽ, ഇവർക്കെതിരെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അവരെല്ലാം പട്ടികളാണ് എന്ന് ആണ് ഇവര് പറയുന്നത്. ഇവരുടെ കുടുംബത്തിനെതിരെ, ഇവർക്കെതിരെ, എന്തെങ്കിലും യൂട്യൂബേഴ്സിന് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെതിരെ ആരും പറയാൻ പാടില്ല, ഇവർക്കെതിരെ ആരും ശബ്ദം ഉയർത്താൻ പാടില്ല. ആ ഒരു രാജ കുടുംബത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് പോലെ ആ ഒരു സംഭവം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും ഇവർക്ക് പോയിട്ടില്ല. ഇപ്പം കുറച്ച് മുൻപ് തന്നെ ഇത്രയും വിഷയങ്ങൾ കഴിഞ്ഞ ശേഷവും വീണ്ടും സ്റ്റോറി ഇട്ടിട്ട് ആള് അതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിർത്തി, യൂട്യൂബേഴ്സ് നിർത്തി, എല്ലാവരും നിർത്തി അവരുടെ പണിക്ക് പോയി. ഈ ഒരു കാര്യം എന്താ പറയേണ്ടത്, ഈ ദിയാകൃഷ്ണയുടെ വിഷയം സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യണമെന്ന് ഇരുന്നതായിരുന്നു, പക്ഷെ കോംപ്രമൈസ് ആക്കിയതാണ്. അപ്പൊ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, കാരണം അവിടെ കഴിഞ്ഞില്ല, നമ്മൾ പിന്നെ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ ഞാൻ ആ വീഡിയോ ചെയ്തില്ല. അപ്പോ ഇത് നോക്കണ സമയത്ത് എല്ലാരും നിർത്തി, യൂട്യൂബിൽ ആരും അവർക്കെതിരെ വീഡിയോ ഇടുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവര് വീണ്ടും പിന്നെ എന്താ പറയുന്നത് സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ആരാണ് ഇപ്പൊ കുരച്ചുകൊണ്ടിരിക്കുന്നത്? ഈ യൂട്യൂബേഴ്സ് ആണോ കുരച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ ബാക്കിൽ ഇങ്ങനെ സ്റ്റോറി ഇട്ടിട്ട് നടക്കുന്നത് ശരിക്കും ആരാണ്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് എപ്പോൾ മാറ്റുന്നു അന്നേ സത്യം പറഞ്ഞാൽ ഈ കോൺട്രവേഴ്സീസും കാര്യങ്ങളിൽ നിന്നൊക്കെ ഊരിപ്പോരാൻ പറ്റത്തുള്ളൂ. അപ്പൊ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഒരു വിഷയം വന്ന സമയത്ത് ഇതിനൊരു മറുപടി എന്നോണം ഈ ഒരു നോറയുടെ വിഷയം വന്ന സമയത്ത് നോറ ഇതിനൊരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. നോറയ്ക്ക് എന്താണ് പറയാനുള്ളത്? പോയിട്ടാണ് ഞാനത് ചെയ്തത്. സോ എനിക്കിപ്പം സീറോ റിഗ്രറ്റ് ആണ്. ഓക്കെ, അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ടാവും ഓക്കെ ഫുഡ് വേസ്റ്റ് ചെയ്ത് ഞാനില്ലേ കിലോ കണക്കിന് അരിയോ സാധനവും ചെന്നിട്ട് ഞാൻ കടലിലേക്ക് ഇതാക്കി അങ്ങനെ ഒന്നും ചെയ്യാൻ ചെയ്തിട്ട് ഇറ്റ് വാസ് കുറച്ച് കേക്ക്. ഓക്കെ, കുറച്ച് കേക്ക്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഏതൊരു ഫംഗ്ഷനിലും കേക്ക് കട്ടിങ് സമയത്ത് കഴിച്ചിട്ട് ഇങ്ങനെ തേക്കാറുണ്ട്. ഓക്കെ, അത് കുറെ പേര് തേക്കാതെ എല്ലാരും തേക്കാതെ ഞാൻ ഒറ്റയ്ക്ക് തേച്ച, അത്രേ ഉള്ളൂ. ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ടു വെരി സീരിയസ് ലെവൽ. അത്രയ്ക്ക് സീരിയസ് ലെവലിൽ. അപ്പോൾ നൂറ് ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട് സർക്കിളിനിടയിൽ നടന്നൊരു കാര്യമാണ്. അത് അത്രയും സീരിയസ് ലെവലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്.
ഇതിലെ ഒരിക്കലും നോറ ചെയ്ത കാര്യത്തിനോടും സിജോ ചെയ്ത കാര്യത്തിനോടും യോജിക്കാൻ പറ്റത്തില്ല. കാരണം അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. പക്ഷെ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ നോറ ചെയ്തത് നോറയുടെ ബർത്ത്ഡേക്കാണ് ചെയ്തത്. എല്ലാ ബർത്ത്ഡേയും നമുക്ക് അടുത്ത മാസമായിട്ട് ഇങ്ങനെ വരും. ഇവിടെ ഫുഡ് വേസ്റ്റ് കാര്യങ്ങൾ അതൊന്നും അല്ല ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ആ ലൈഫിൽ അവർക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ആ ഒരു നിമിഷം ഒറ്റയൊരിക്കേ ഉണ്ടാവത്തുള്ളൂ. ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യണ സമയത്ത് അവർക്ക് അത് പെട്ടെന്ന് ആർക്കായാലും അത് ഒരു കാണുന്ന ആർക്കായാലും ഒരു ഇഷ്ടപ്പെടാതെ വരും. അതാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് വന്നത്. നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്. ബാക്കി കൂടി കേട്ടോക്കാം. നമുക്കൊരാളെ പേഴ്സണൽ ലൈഫിലേക്ക് ഇറ്റ് വാസ് ആ പേഴ്സണൽ സർക്കിൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പബ്ലിക്ലി ഇട്ടുകൊണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയും. പക്ഷെ നിങ്ങൾ അഭിപ്രായം പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട വെച്ചാൽ, നിങ്ങളും ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഒരു ഇൻഫ്ലുവൻസർ വേറൊരു ഇൻഫ്ലുവൻസറിനെ പറ്റി പറയുന്ന സമയത്ത് ഇറ്റ് വിൽ എഫക്ട് വെരി ബാഡ്ലി. ഇപ്പൊ തന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് എന്നെ കൊല്ലു എന്ന് പറഞ്ഞു, എന്നെ അതാക്കും പറഞ്ഞു, ഇതാക്കും പറഞ്ഞു. അപ്പം മേ ബി യു ക്യാൻ ടെൽ ദാറ്റ് ഓക്കെ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ബട്ട് കോൺടെസ്റ്റ് ആ ഒരു രീതിയിൽ വരെ ആളുകൾക്ക് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് ആക്ച്വലി ഇറ്റ്സ് യു. അപ്പോ ഈ ദിയാകൃഷ്ണയുടെ ഭാഗത്ത് നിന്നും ഈ നോറ പറയുന്നതാണ്, അതായത് ആവശ്യമില്ലാതെ ഇതിൽ ചെന്ന് ഇടപെട്ടിട്ട് എന്താ പറയേണ്ടത്, ആവശ്യമില്ലാതെ ചെന്ന് സ്റ്റോറി വെച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ലായിരുന്നു. അതായത് ഒന്നാമതൊരു ഇൻഫ്ലുവൻസറാണ്, അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഒരു പബ്ലിക് ഫിഗർ വേറെ പബ്ലിക് ഫിഗറിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. അത് എന്തായാലും നോട്ടീസ് ചെയ്യും ആൾക്കാർ, അത് ഉറപ്പാണ്. അതിനിടയിൽ സീക്രട്ട് ഏജന്റിനെതിരെയൊക്കെ പോയിട്ട് എല്ലായിടത്തും കമന്റ് ഇടുന്നതും കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പുറത്താണ് ഈ വ്യക്തി എല്ലാം ചെയ്യുന്നതെന്ന്. അപ്പം ആളോട് നമുക്കൊന്നും പറയാനുള്ള ഇതില്ല. കാരണം പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് നമ്മുടെ അനന്തൂരിയൊക്കെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതുപോലെ ആളുടെ ഒക്കെ പിന്നെ അനിയത്തിയുടെ കല്യാണത്തിന്റെ ഉറപ്പിക്കുന്ന ചടങ്ങിന് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പോലീസ് വീട്ടിലൊക്കെ വന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് അതൊന്നും പുത്തരിയല്ല. അപ്പോൾ അച്ഛന്റെ പവർ ഉപയോഗിച്ചിട്ട് വീട്ടിലേക്ക് പോലീസുകാരെ വിടുക, വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ മെയിനായിട്ട് ഇപ്പം എന്താ പറയാ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് എന്ത് പറഞ്ഞിട്ടും അവർക്ക് കാര്യമില്ല. അവരെ പറ്റിയിട്ട് ആരും പറയരുത്. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പോളിസി എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ എന്തൊക്കെ വീഡിയോസ് ഇടാറുണ്ട്, അതിനൊക്കെ ഞങ്ങൾ ഒന്ന് ജഡ്ജ് ചെയ്യണോ? നോ റൈറ്റ്. ഈവൻ ഐ ഹാവ് സീൻ നിങ്ങൾ ഭയങ്കര ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്തു, അങ്ങനെ ചെയ്തു, അങ്ങനത്തെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ നെവർ റിയാക്റ്റഡ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ എന്താ പറയാ പല കാര്യങ്ങളും ചെയ്യുന്ന കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ പല സ്നേഹം പ്രകടിപ്പിക്കുന്നതും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ? നോ റൈറ്റ്. അപ്പം എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും പുറത്തിടും, അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഡാൻസ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കോണ്ടന്റ് കൈൻഡ് ഓഫ് രീതിയിലും ഇടും. അപ്പം എല്ലാ കാര്യങ്ങളും കോണ്ടന്റിന് വേണ്ടിയിട്ടല്ല. ബിക്കോസ് ആദ്യം റിയാക്ട് ചെയ്തു നിങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇന്നലെ ലാസ്റ്റ് ഇട്ട നോറ പറയുന്ന ഇതാണ്. അതിന്റെ എടുത്ത് പറയുന്നുണ്ട് ഈ ഓബയോസി എന്ന് പറയുന്ന അവരുടെ ആ ഒരു തട്ടിപ്പും കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ പുറത്തു വന്നല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അനന്തുവിന്റെ കേസ്, അനന്തുവിന്റെ വീട്ടിലേക്ക് ആളെ വിട്ടിട്ടാണ് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. അവർക്കെതിരെ ആരും പറയാൻ പാടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നോറ പറയണത് ഇതാണ്, നോറ ആ അത്രയും വിഷയം കണ്ടിട്ടും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത വിഷയമായതുകൊണ്ട് തന്നെ ഞങ്ങളത് പ്രതികരിച്ചില്ല. അതുപോലെ തന്നെ താങ്കൾക്ക് ഇത് ആവശ്യമില്ലാത്ത എന്ത് ഒരു കോൺട്രവേഴ്സിയാണ്, എന്തിനാണ് ഇതിൻ്റെ അകത്ത് വന്ന് തലയിട്ടിട്ട് ഇത്രയും ഇഷ്യൂസ് ആക്കിയത്? അത് മാത്രമല്ല നോറ പറയുന്നുണ്ട് അതിന്റെ കൂടെ എല്ലാം കോണ്ടന്റിന് വേണ്ടിയിട്ടല്ല എല്ലാവരും ഇടുന്നത്. അത് മാത്രമല്ല ആദ്യം ഒരു സ്റ്റോറി ഇട്ടു, അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഞാനിപ്പോ പറഞ്ഞല്ലോ ഇപ്പോഴും സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബേഴ്സിനെതിരെ. അപ്പൊ എന്താണ് ഇതിനകത്ത് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ആ ഒരു റിവെഞ്ച് ആണ്. അതായത് ആളുടെ മനസ്സിൽ അത്രയും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആളുടെ അച്ഛൻ തന്നെ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണ്, അതായത് ആരോടും ദേഷ്യം വെക്കരുത്, ഇത് വെക്കരുത്. എന്നിട്ട് അതേ ആള് തന്നെ പട്ടികളുമായിട്ടാണ് യൂട്യൂബേഴ്സിനെ ഉപമിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവരുടെ എല്ലാവരെയും കാര്യം, നമുക്ക് അത്രേ പറയാനുള്ളൂ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരായിട്ട് മാറുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇവരുടെ ആ ഒരു ആധിപത്യവും അവരുടെ ആ ഒരു ഇതും അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. അവരുടെ കീഴിലാണ് ബാക്കിയെല്ലാം എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു സംസാരവും കാര്യങ്ങളും. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.